ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റായിട്ടുമുള്ള മുട്ടപ്പുളിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടുന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്ത് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനൊരു 7 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വലുതായതുകൊണ്ട് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. ഇനി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പം അതിനകത്ത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ടയും ഇതേപോലെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് നാടൻ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത് ഈ കറിക്ക്. ഇതേപോലെ നമുക്ക് എല്ലാ മുട്ടയും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് സ്പൂണിട്ട് ഇളക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.